ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കൊണ്ടൊരു ഉപ്പേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പീച്ചിങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പേരി ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ പീച്ചിങ്ങയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയുടെ പാകത്തിനനുസരിച്ച് അത് അരിഞ്ഞിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പീച്ചിങ്ങയൊക്കെ തീരെ മൂത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കണ്ട അതിൻ്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാതും അരിഞ്ഞ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ പീച്ചിങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പീച്ചിങ്ങില്ലേ അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം കാണിച്ചു തരാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. കണ്ടോ, ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റല്ലേ എന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ പീച്ചിങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പീച്ചിങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ കാണുന്ന വെള്ളം പീച്ചിങ്ങേന്ന് ഊറി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അതുകൊണ്ടാണ് വേവിക്കുന്ന സമയത്ത് ഒന്നും ഞാൻ കുറച്ച് പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞത്. അപ്പോൾ പീച്ചിങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഉപ്പേരി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.